വചനത്തിനകത്ത് ചിലത് നമുക്ക് കാണുവാൻ കഴിയുന്നു. In verses 3, 8 and 13. സേല എന്ന പദം നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നു. 3 times. മൂന്നാമത്തെ വാക്യത്തിലും എട്ടാമത്തെ വാക്യത്തിലും നമുക്കത് കാണുവാൻ കഴിയും. And that's because the prophet is making 3-pointed prayer. ആ മൂന്ന് തരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് അത് പറയുന്നത്. And the first point in his prayer is, oh God, revive your works. ഒന്നാമത്തെ താൻ പറയുകയാണ്, ദൈവമേ ഞങ്ങളെ പിന്നെയും ജീവിപ്പിക്കണമേ. Bring back what once was happening in our midst. ഞങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു പുനർജീവനം ആവശ്യമാണ്. Gideon could not believe that God's word could return. ഗിദെയോൻ അത് വിശ്വസിക്കുവാൻ തയ്യാറായിരുന്നു. He did not. അവൻ വിശ്വസിക്കുവാൻ തയ്യാറല്ലായിരുന്നു. ഒരു He സമയത്ത് almost gave up the notion that God can work for him. ആ ദൈവം എന്താണോ ചെയ്യുന്നത് അതിനെ കുറിച്ച്. But God appeared to him and asserted that God will bring back what he once was doing. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് വെളിപ്പെടുത്തി അത് കാണിക്കുവാനിടയായി. Not only did God show him signs, but also used him to perform miracles. ദൈവം തന്റെ അത്ഭുതങ്ങൾക്കായി തന്നെ അവിടെ ഉപയോഗിക്കും. God revive your works. ദൈവം തന്റെ പ്രവൃത്തികളെ ജീവിപ്പിക്കും. What was the works of God in the Old Testament? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു? Psalm 106 and verse 29, the psalmist pens like this: God, we have seen, our forefathers have seen your great works in the land of Egypt. സങ്കീർത്തനം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദൈവമേ പിതാക്കന്മാരുടെ കാലത്തെ പോലെ ഒരു കാലം നീ പിന്നെയും ജീവിപ്പിച്ചു തരണമേ. Signs, miracles and wonders were the works of God. ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യണമേ. Habakkuk is pleading to God, Lord, please bring back those signs, bring back those marvels and miracles. എന്നാൽ ഹബക്കൂക്ക് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അതുപോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടം ഞങ്ങളുടെ മധ്യത്തിലേക്ക് മടക്കി തരണമേ. Blessed be the name of the living God. ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന്റെയാണ്. Why do we need to have the signs and miracles again? എന്തുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നു? Because our spiritual life and ministry is a power encounter. ഇത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ഒരു എൻകൗണ്ടർ ആണ് അത്ഭുതങ്ങളും അടയാളങ്ങളിൽ കൂടെ ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടത്. It's a tussle between two powers encountering each other. ദൈവരാജ്യത്തിലേക്ക് നാം വരുമ്പോൾ രണ്ട് ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. God took Philip to Samaria. Philip, the evangelist. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ അത് കാണുമ്പോൾ, there was already a magician who was adored to be an avatar. അവിടെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു മജീഷ്യൻ. He performed lots of miracles and had people under his spell. അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്യുമായിരുന്നു, അദ്ദേഹത്തെ അനേകർ ബഹുമാനിച്ചിരുന്നു. But when God took his man to that place, എന്നാൽ ദൈവം തന്റെ മഹത്വം അവിടെ കൊണ്ടുവരിക. God's power has to counterweight the powers of darkness. ഈ അന്ധകാര ശക്തികളെ തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ശക്തി ഫിലിപ്പോസിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. Yes, Philip preached the gospel. ഫിലിപ്പിയിലും ഇത് സംഭവിക്കുകയാണ്, സുവിശേഷം. But more than that, Philip performed miracles through the power of God. ദൈവത്തിന്റെ ശക്തിയാൽ ഫിലിപ്പിയിലും അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. It's a power encounter. ഇത് ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനമാണ്. Where the power of righteousness fights with powers of